യാത്രയൊക്കെ സുഖമായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഫ്ലൈറ്റൊക്കെ കറക്റ്റ് ടൈമിൽ കിട്ടി. അപ്പം നിങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങളൊക്കെ എന്നും പ്രാർത്ഥിക്കും. പിന്നെ ചേച്ചി എന്തിനാ തിരക്കിട്ട് പോകാൻ തുടങ്ങുന്നത്? എന്തിനാ തിരക്കിട്ട് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഭക്ഷണം കഴിക്കാതെ പോയാൽ ഭക്ഷണം കഴിക്കാൻ എത്ര പേർക്ക് വേണ്ടി ആഹാരമൊക്കെ കരുതിയത് കരുതി, പക്ഷേ അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എനിക്കൊരു അത്യാവശ്യമുണ്ട്. രമ്യയെ ഇതേ രമ്യക്ക് വന്ന് എന്താന്ന് ചേച്ചിയോട് പറയാനുള്ള പറ. ചേച്ചി പോകാൻ തുടങ്ങും. അയ്യോ കഴിച്ചിട്ട് പോകുന്നേ, കഴിച്ചിട്ട് പോകണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എവിടെ പോകുന്നത്? എനിക്ക് അത്യാവശ്യമുണ്ട്. പക്ഷെ കഴിച്ചിട്ടോ, ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കിയതല്ലേ. ചേച്ചി ഇവിടെ കുക്ക് ചെയ്തത്. അതെ, ഞങ്ങൾ അമ്മയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ അറിയാം. നോയമ്പാണ്. എല്ലാവർക്കും ഉണ്ടാക്കിയ വാന്ന് കഴിച്ചിട്ട് വാ. എല്ലാവരോടും മക്കളും അറിയല്ലോ. വൈകുന്നേരം വരുന്നതാണ്. പോട്ടെ, പോകുന്നൊരു തിരക്കുള്ളൊരു പോട്ടെ. പിന്നെ നിന്ന് നമുക്ക് സമയം കളയാതെ വരണേ. വൈകിട്ട് ഞങ്ങൾ പായസം എടുത്ത് വെച്ചേക്കാം. പായസം മാത്രമേ ഉള്ളൂ. ആ, ചോറൊക്കെ നിങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ നന്നായിട്ടാണ്. അതേ ഞാൻ തട്ടിക്കൂട്ടാണോ? തട്ടിക്കൂട്ടൊന്നുമില്ല. അല്ലല്ലോ, നമ്മളാ വിളിച്ചവരൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചേച്ചി പോയെങ്കിലുമേ. അയ്യോ, എന്നെ അമ്മയുടെ ബർത്ത്ഡേ പെട്ടെന്നൊക്കെ ആഘോഷിക്കാൻ ഇങ്ങനെ ബർത്ത്ഡേയുടെ സമയം ആയായിരുന്നു. അല്ല, ഇത് നേരത്തെ ആഘോഷിച്ചിട്ടുണ്ടോ അമ്മയുടെ ബർത്ത്ഡേ? ഇതിപ്പോ 60 60 ആഘോഷിക്കുമല്ലോ എല്ലാവരും. എന്നാ പറയുന്നത്? അപ്പൊ എല്ലാം സെറ്റായ എല്ലാ കാര്യങ്ങളെല്ലാം. ആ, പച്ചക്കറി സദ്യയല്ലേ, അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും പഴം പപ്പടം പായസം ഞാൻ ചോദിക്കുമായിരുന്നു. എത്ര 100 പേര് കാണില്ല? 50 പേർക്കുള്ളതൊക്കെ ഉണ്ടാക്കിയുള്ളൂ. 50 അപ്പൊ അത് 100 ആക്കിക്കോളും. 50 പേർക്കുള്ളത് 100 ആക്കും ഇല്ലേ? ഞങ്ങൾ പിരിച്ചു കളമ്പോ എഴുതി വെക്കുന്നത് 100 പേരുടെയാണ്. ഉണ്ടാക്കിയത് 50 ഉള്ളൂ. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അമ്മ കണ്ടായിരുന്നു. പുതിയ ഡ്രസ്സൊക്കെ നല്ല അമ്മയുടെ ഡ്രസ്സ് നല്ല ഡ്രസ്സാ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അമ്മ നമ്മളിങ്ങനെയൊക്കെ ആഘോഷിക്കണം അല്ലേ? പ്രായമുള്ളവർക്കൊക്കെ അതൊക്കെ നല്ലൊരു സന്തോഷമാണ്. അവർക്ക് യാത്ര പോകുന്നതൊക്കെ വലിയ യാത്ര പോവുക, അവരുടെ ഇങ്ങനെ ആഘോഷം, അവിടെ ഇരിക്കാൻ ഇഷ്ടമില്ല. അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഇതൊക്കെ അവർക്കൊരു വലിയ സന്തോഷമാണ്. ആണോ? വിളിച്ചിട്ടുണ്ടോ? മോൾച്ചേച്ചി മാത്രം പോയി. ഈ 50 പേരിൽ നീ 100 പേരെ ഒപ്പിക്കും. അതെ, 100 പേർക്ക് വിളമ്പോ. സമയം ഒത്തിരി ഒന്നും ഇല്ലല്ലോ. ചോറൊക്കെ കഴിച്ചിട്ടേ പോകണേ. കഴിക്കാതെ പിന്നെ നമ്മള് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എല്ലാ കാര്യത്തിലും സഹകരിക്കുക. നിനക്ക് പേടിയുണ്ടോ? തികയുമായിരുന്നു. പിന്നെ പോവാണെങ്കിൽ മിച്ചം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് പേടി. തികയാതെ വരത്തില്ല. പിറന്നാൾ കാര്യം എവിടെ? കണ്ടില്ലേ അമ്മേ? ഞങ്ങളും കണ്ടില്ലേ ചേച്ചി? ഞങ്ങളും കുറെ നേരമായിട്ട് ഇങ്ങനെ നോക്കുവാണേ. ഞങ്ങൾ കുറെ നേരമായിട്ട് പറയുന്നു ഇവിടെ വന്നിരിക്കാൻ. ഇല്ല, ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ വന്നിരിക്കാൻ. എന്ത് ചെയ്യുവാ? എവിടെ പോയി ചേച്ചി? ഇന്നലെയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടു, നല്ല സന്തോഷമായിരുന്നു. ഞങ്ങൾ ആഘോഷിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ലേ? കഴിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ, കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അമ്മ എന്നിട്ട് എന്താണ് പറഞ്ഞത്? കണ്ടോ? ഞാൻ കണ്ടില്ല. ഇല്ലേ? എന്നാ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണേ. ഇതിനെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പരിക്കൽ തന്നെ ഇരിക്കുന്നു. സന്തോഷത്തിലായിരുന്നല്ലോ. ആ, ഞാൻ ഇന്ന് രാവിലെ അമ്മയകത്തുണ്ട്. അമ്മയ്ക്ക് ഒരു സന്തോഷമില്ല, എന്നറിയത്തില്ല. ഞങ്ങൾ നിങ്ങൾ പൊക്കോ, ഞാൻ വന്നേക്കാന്നൊക്കെ ഞങ്ങളോട് അറിയത്തില്ല. തുണിയുണ്ട്, കവറൊക്കെ എന്തൊക്കെയോ കവറുകളൊക്കെ എടുത്താൽ കാശൊന്നുമല്ല, പൈസയൊന്നുമല്ല. അല്ലല്ല, അതൊന്നുമല്ല. അമ്മ എന്തോ നമ്മൾ ഒളിക്കുന്ന ഒരു സാരി ഒന്നും എടുത്തിട്ടില്ല. എന്താണെന്നുള്ളത് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. അമ്മ വരാമെന്ന് പറഞ്ഞു ഞങ്ങളോട്. കുറച്ച് പേപ്പർ, 1-2 പേപ്പറുകളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നു. പിന്നെ ഒരു കൂടിനകത്ത് എന്തൊക്കെയോ. ഇല്ലെന്ന്, സാരി ഒന്നും എടുത്തിട്ടില്ല. ഒരു നൈറ്റി ഇട്ടിട്ടുണ്ട്, തോളൊരു തോർത്തുണ്ട്. മനസ്സിലായി. അതൊക്കെ പറഞ്ഞു. അതൊന്നും എന്തോ ഇനി അത് മനസ്സിലായ ലക്ഷണമാണ്. എന്തോ ഉദ്ദേശം മനസ്സിലുണ്ട്. നമ്മളാരും ചിന്തിക്കുന്ന രീതിയിലല്ല. അമ്മ വേറൊരു ലെവലില്ല. ഞാൻ രാവിലെ പറഞ്ഞു വന്നോളാന്ന് പറഞ്ഞു. വിളിച്ചെടുക്കുന്ന കാര്യം ഞാൻ നമ്മളെ പരിപാടിയാ. എന്നാലും നമ്മൾ ഇതിനെ വൃത്തിക്കാക്കി ഇരുത്തണ്ടേ?
എന്താണെന്നുള്ളതിനും വരുമ്പോഴേ അറിയത്തുള്ളൂ. എന്നാണെന്ന് നമുക്ക് നോക്കാം വരുമ്പോൾ. കഴിഞ്ഞാൽ പാത്രം കഴുകുക, തും വാരി വൃത്തിയാക്കി വൃത്തിയാക്കി. ഞാൻ പിന്നെ ഇവിടെ തന്നെ അടുക്കളയിൽ അമ്മ അവിടെ എന്നോട് ഇനിയും പണിയൊന്നും ശേഷിക്കുന്നില്ലല്ലോ. വേറെ ഏതാണ്ട് തുണിയോ ഏതാണ്ടൊക്കെ അടുക്കി പെറുക്കുക. അതെ അന്ന് അവിടെ അടുക്കി പറിക്കൊണ്ടിരിക്കട്ടെ അല്ല ഇനിയിപ്പോ എന്നാ ചെയ്യാൻ അങ്ങോട്ട് നിൽക്കുക, അങ്ങോട്ട് നിൽക്കുക. എനിക്കൊരു പരിചയം ചേച്ചി വിളിച്ചായിരുന്നു ഒരു കണ്ണടിക്കാരി കൊണ്ടിരുത്തി അമ്മയകത്തുണ്ടോ അമ്മയകത്തുണ്ടോ ഞങ്ങളുടെ അമ്മയോ അമ്മയുണ്ട്. ഞങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ട് അമ്മ കാണാൻ വന്നാണോ? അമ്മയ്ക്കറിയാം ഞങ്ങൾ ഏതാന്ന്. ആണോ? അമ്മ വിളിച്ചായിരുന്നോ അമ്മ വിളിച്ചിട്ട് ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അമ്മയ്ക്കറിയാം ഞങ്ങൾ അമ്മയെ കണ്ടിട്ട് അമ്മയെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ അമ്മയ്ക്കറിയാം ഞങ്ങൾ ഏതാന്നറിയാം. എന്നാ അമ്മയോട് ചോദിച്ചാൽ ഞങ്ങൾ അമ്മയെ വിളിച്ചോണ്ടിരിക്കും. ശരി എന്നാ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നായിരുന്നു. ഇതാ പുതിയ അവതാരം. ഞങ്ങളാരും കണ്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എവിടെയായിരുന്നു? നമ്മുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചാണ്. എവിടെ വരുവാ അപ്പൊ അമ്മ പറയും അമ്മയോ അങ്ങനെ ചെന്നിട്ടോ ഓ, കണ്ണാടിക്കാരി ഒരു ഗെയിമിയാ. പോക്ക് കണ്ടിട്ട് അമ്മ എന്തോ പറഞ്ഞിരിക്കുന്ന ഇനി ഇനി അതുകൊണ്ടാണ് ഈ അതാണോ ഇവിടെ വിളിച്ചു വരുത്തിയതാണ്. അതാണ് ഇനി അവിടെ ഇരുന്ന് കൂടാതെ അമ്മ ഇങ്ങനെ അമ്മയുടെ മുഖം ഒട്ടും സന്തോഷമില്ല. അതെയോ അമ്മയുടെ മുഖത്തിന് ഒട്ടും തെളിച്ചില്ല. നീ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൂട്ടിയത് വെറുതെയായോ? എന്താ ഞങ്ങൾ അമ്മ വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അമ്മ അടിക്കുന്നു. അമ്മ എവിടെ പോവാ? ഞാൻ ഇവരുടെ കൂടെ പോവാ. എങ്ങോട്ടാ ഇവര് ഞാൻ അനാഥാലയത്തിൽ പോകും. സ്നേഹക്കൂടുന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. ഞങ്ങളാരും നോക്കുന്ന പോരെ. ഓ വേണം നിങ്ങൾ പറയാൻ നോക്കാൻ ഞാൻ കേട്ടായിരുന്നു. ഞാൻ അവർക്ക് ആരും ഇനി ബുദ്ധിമുട്ടണ്ട. എന്റെ സ്വത്തെല്ലാം ഞാൻ അവർക്ക് എഴുതി വെച്ചു. ഇനി ഞാൻ ഇവരുടെ പോവാ. എവിടോട്ട് പോവാ? ഇത്ര പെട്ടെന്ന് നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടായിരുന്നു. അറേഞ്ച് ചെയ്യാനാണ്. നാളെയൊന്നും അല്ല പറഞ്ഞാൽ അടുത്ത ആഴ്ച കേട്ടോ അതിനോട് പറയണ്ട പരിപാടി പാട്ടിന്റെ പറവില് നമ്മള് നല്ലൊരു മെമ്മറബിൾ ആയിരിക്കണം. ബർത്ത്ഡേക്ക് കാണാൻ വീഡിയോ കണ്ടാൽ നല്ലതായിട്ട് നോക്കിയിരിക്കണം. നമുക്ക് അമ്മയെ നന്നായിട്ട് നോക്കുന്ന രീതിയിലൊക്കെ വേണം. പക്ഷെ പിറ്റേ ദിവസം കൊണ്ടുപോയി അതുകൊണ്ട് കൊണ്ടുപോകണം, കൊണ്ടുപോയി എനിക്ക് പറ്റത്തൊന്നുമില്ല നോക്കാം കേട്ടോ. ഒന്നാമത് ഒരു മൂശാട്ട പിടിച്ച സ്വഭാവം എങ്ങനെ നോക്കാൻ പറ്റും പിന്നെ ഇല്ലെങ്കിൽ അവരുടെ സ്വത്തൊക്കെ എങ്ങോട്ട് പോകും? ഇവരുടെ സ്വത്ത് മുഴുവൻ ഇവിടെ പോകും. ഒരു സ്വത്തുണ്ട്. നീ എന്നാ കുട്ടിപ്പെണ്ണെ പറയുന്നേ? എന്റെ ചേച്ചി അതിനെ എങ്ങനെ വഹിച്ചോണ്ട് പോകാനാ നമ്മൾ മേടിക്കണം. എന്നിട്ട് ഒപ്പിടുവോ ബർത്ത്ഡേ ഇവിടെയൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് സന്തോഷിപ്പിക്കാം. കാര്യങ്ങളോ വീഡിയോ ഒക്കെ ആയിരിക്കണം. പക്ഷെ ആരോട് പറഞ്ഞൊന്നും സമ്മതിക്കരുത്. അങ്ങനെയുള്ളവരൊക്കെയാണോ ഇത്രയും നല്ല ഞാൻ വേണമെങ്കിൽ ആ മന്ദിരത്തിന്റെ അവിടെ ചോദിക്കാം. ആ മുണ്ടാപ്പാടത്ത് അവിടെ ഒത്തിരി അമ്മച്ചിമാരെ ചോദിക്കൊന്നും വേണ്ട. ഞങ്ങളതൊക്കെ അറിയില്ല. ചെയ്തോ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. നമുക്കിത് എഴുതി ഒപ്പിട്ടിട്ട് വേണം കൊണ്ടുപോകാൻ കൊടുക്കാം. അതാ പറഞ്ഞത്. എന്നാ ഇനി വൈകിട്ടെങ്ങാനും പേപ്പറെല്ലാം കൂടെ ഒപ്പിടിപ്പിക്കാം. ബർത്ത്ഡേ സുഖിപ്പിക്കണം കേട്ടോ. എന്നാ നാളെ നമുക്ക് കൊണ്ടുവിടാം അല്ലേ? സ്ഥലം എനിക്ക് വേണം. അത് ഞാൻ ആക്കില്ലായിരുന്നു കേട്ടോ. അതാരും പ്രതീക്ഷിക്കില്ല. അതിനെനിക്ക് അപ്പുറത്തെ ആ വഴിയുടെ ഇറമ്പി കിടക്കുന്നത് എനിക്കും വേണം. അവിടെ 2 കടമുറി പണിയാണെങ്കിൽ എനിക്ക് പിള്ളേർക്ക് കടയിടാം. എന്നാ വഴി സൈഡിലുള്ളത് എനിക്ക് വേണം. അക്കരെ വഴിയിലുള്ളത് മെയിനുള്ളത് എന്റെ മാനൊരു കടയിടണം. എനിക്കത് വേണം. ഇപ്പൊ എല്ലാവരും ധാരണയിലായി. ഇനി മാറരുത്. ഇല്ല ഇതിലാരും പിടിച്ചേക്കല്ലോ കേട്ടോ. ഈ വീട് സ്ഥലം എനിക്ക് വേണം. ഇല്ല എന്നിട്ട് വേണം കുറിച്ച് വിളിച്ചു. നീ ഒരു കാര്യം ചെയ്യ്. നീ അമ്മയെ നോക്കി ഇവിടെ നിന്നു. അത് പറ്റത്തില്ല. എനിക്ക് ആ തള്ളൻ നോക്കാൻ പറ്റത്തില്ല. അതിനെ നമുക്ക് എവിടെയും കൊണ്ട് കളയാം. എനിക്ക് വീട് സ്ഥലം മതി. വേണ്ട എനിക്ക് പറ്റത്തില്ല. എന്നാ ഈ പറഞ്ഞോളൂ. കേക്കണ്ട, നീ ഇപ്പൊ എല്ലാം പറ. കേക്കണ്ട. നിങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോയാൽ ഞങ്ങളൊക്കെ അതിനാ വന്നേ. നിങ്ങൾ കഴിച്ചിട്ടൊക്കെ പോയാൽ മതിയേ. നിങ്ങൾ തപ്പി നോക്കിക്കോ. ഡ്രസ് അല്ല അത് 2 ജോഡി ഡ്രസ് 2 സാരി. നിങ്ങൾക്കൊരു ഞങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളോട് ആരിങ്ങനെ അവകാശപ്പെട്ടാൽ അനാഥാലയത്തിൽ പോകണേ ഞങ്ങൾ പൊക്കോട്ടെ. ആ സ്വത്തൊക്കെ എന്തിനാ അനാഥാലയത്തിന് കൊടുക്കാൻ പോയാൽ ഞങ്ങൾക്ക് തരായിരുന്നല്ലോ. ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞേ. രമ്യ പറഞ്ഞു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അവർക്ക് സ്വത്ത് മാത്രം മതി, വീടും പറമ്പൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഈ പറഞ്ഞപ്പോഴത്തേനും അവിടെ ഒത്തിരി കൊച്ചുങ്ങളുണ്ട്, അനാഥരായ ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് ചെലവ് കഴിയാനും ഒക്കെ പൈസ വേണ്ട. അതുകൊണ്ട് എന്റെ സ്വത്തല്ല. ഞങ്ങളോട് പറഞ്ഞു അല്ല ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് കെട്ടിച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ അതൊക്കെ കൊണ്ട് ജീവിക്കിനി. നീ ഉള്ളത് എനിക്ക് ജീവിക്കാൻ എന്റെ മരണം. ഞങ്ങളോട് പറഞ്ഞ 3 പെൺമക്കളുണ്ട്. ഉണ്ടായിരുന്ന മുതലെല്ലാം ഞങ്ങള് പത്രം ഞങ്ങൾ വരുത്തിയതാ. ഇന്നിപ്പോ അമ്മയുടെ ബർത്ത്ഡേ എല്ലാം കൂടാനായിട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തിയതാ. കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങളെ വിൽപ്പത്രം കൊണ്ട് അവിടെ ഏൽപ്പിച്ചു. ഓഫീസിൽ കൊണ്ട് ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളെ വണ്ടിയും കൊണ്ട് ഞങ്ങൾ 2 പേരും കൊണ്ട് ഒരാഴ്ചയായിട്ട് നമുക്ക് പോകാം. ഞങ്ങൾ പോവാണ്. അതെ അപ്പൊ ഞങ്ങൾ പോവാം.
എല്ലാവരും സന്തോഷമായിട്ട് കഴിയണം കേട്ടോ. ഒരു ഊസലും ഇല്ലാതെ പോകുന്ന പോക്കുമല്ലോ. ഒരു വിഷമമില്ല അവരെ നമ്മൾ എന്താണേലും അവിടെ കൊണ്ടിടാൻ തീരുമാനിച്ചു ഇത് കേട്ടോ അത് തന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു. അവരുടെ പോക്കും പോന്നെ പോട്ടെ കാശ് പോകണമെല്ലാം കൊടുക്കണം പോയതിന് കുറ്റമില്ലെന്നേ. ഇതല്ലേ പോയതിന് ഒന്നുമില്ല അത് നല്ല കാര്യമാ. മുതലും പോയാലും പോയില്ല. അല്ല, കുറച്ചെങ്കിലും അവനവന്റെ മക്കൾക്ക് വേണമെന്ന് പോട്ടെ. 74 വയസ്സായില്ലേ, ഇനി എത്ര കാലമുണ്ട്? അതല്ല, അനാഥാലയത്തിന് കുറച്ച് വെച്ചോട്ട് കൊടുത്തോട്ടെ. എന്നാ ബാക്കി ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കുറച്ചെങ്കിലും തരട്ടെ. നടന്നിരുന്ന കാര്യം എല്ലാരും പറയും ഇവരെ കണ്ട് നല്ല വള്ളയാണ് ഇപ്പൊ മനസ്സിലായോ അവരുടെ വിഷമം എന്തൊക്കെയായിരുന്നു എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഇങ്ങനൊന്നും ആണെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇത് പോയതൊന്നും കഴിഞ്ഞ ആഴ്ച കൊണ്ട് കൊടുത്തെന്ന്. ആ നമ്മളറിയാമല്ലോ നമ്മളറിഞ്ഞോ ബുദ്ധിയുണ്ടോ? പാലസ്റ്റ് പിടിച്ചു ഇതാണ് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാം മാറി എന്ന് കേട്ട് കാണും. അതുവഴി കേട്ടെന്നല്ലേ അറിഞ്ഞേ നമ്മള് പറയുന്നത് കേട്ടതാണ്. നിങ്ങളുടെ തെറ്റാ. നിങ്ങളത് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ട് വിടണം. ഇതെന്ന് പറയുന്നത് കേട്ട് കാണും. തിരിച്ചു പോയി എവിടുന്ന്? ആ കണ്ടോ അതില് കിട്ടി അല്ല, അവർക്ക് മുതല് കിട്ടിയതല്ലേ, ഇത്രയും മുതല് കിട്ടിയില്ലേ. ഒരു കാര്യമാണ്, അവനവന്റെ മക്കളുടെ കൂടെ നിൽക്കുന്നതിന്റെ നിങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പറയുക, നാളെ പറയുക, ഞങ്ങള് കൊണ്ടുവന്നോളാം. നീ ഇങ്ങോട്ട് വരുന്ന എന്തിനാ മുതലില്ലാതെ? അല്ല, മുതലില്ലാതെയല്ല. നിങ്ങൾ പറയുക, അമ്മ വരാൻ തയ്യാറാണോ, സന്തോഷമായിട്ട് പോരാൻ പറയുക. അമ്മയ്ക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ വരട്ടെ, നിങ്ങൾ സന്തോഷമായിട്ട് മുതലൊന്നും ഇല്ലാതെ എങ്ങനെ ഞങ്ങൾ മുതലില്ലാതെ നോക്കത്തില്ല. മുതലൊന്നും ഞങ്ങൾ നോക്കത്തില്ല പിന്നെ അങ്ങനെ എങ്ങനെ അങ്ങനെ കാശ് പറഞ്ഞാൽ കൊടുക്കണം കാശ് അവർക്കല്ലേ ഉണ്ട് അവര് നോക്കട്ടെ ഞാൻ അനാഥാലയത്തിൽ ചത്ത് കഴിയുമ്പോൾ ഞങ്ങൾ വേണേ ഇങ്ങോട്ട് കൊടുക്കും 4 ദിവസം കഴിയുമ്പോൾ തിരിച്ച് നിങ്ങളുടെ അടുത്ത് വരും, അല്ലെ നിങ്ങൾ വരുവാണെ മുതലും കൊണ്ടുവരണം. അതെ അല്ല ഞങ്ങൾക്ക് വേണ്ട വരുവാണെ വന്നോട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനൊന്നും പോകുന്നത്. നിങ്ങളുടെ തന്നെ കുഴപ്പമല്ലേ അത്? ഞങ്ങളത് മുതല് സേഫ് ആക്കാനല്ലേ നോക്കിയത്. നിങ്ങൾ സേഫ് അങ്ങനെ അമ്മ കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണ്ടായിരുന്നോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയത്തിന് മുതൽ കൊടുത്തല്ല, എല്ലായിടത്തും ഒരുപോലെ അല്ല. ചിലയിടത്ത് മുതൽ കൊടുത്തു പോകുമ്പോൾ ചിലയിടത്ത് മുതൽ കൊടുക്കാതെ പോകും. അങ്ങനെയൊക്കെയാണ്. അനാഥാലയത്തിൽ പോകുന്നവര് വെറുതെ മക്കൾ നോക്കാത്തവരൊക്കെ അല്ലേ പോകുന്നത്. അങ്ങനെ നോക്കാത്തവര് പോകുന്നത് അല്ലാതെ ഉണ്ട്, ഒന്നും ഇല്ലാതെയൊക്കെ അല്ലേ പോകുന്നത്. വേണ്ടി നോക്കുന്നവരുണ്ട്. നോക്കുന്നവരുണ്ട്. വലിയ പറ്റായി. നമ്മളുള്ള വാശിയും വാശിയാണ്. അത് നിങ്ങൾ പറയുന്നത് കേട്ടതാണ് പ്രശ്നം. ആ വാശി. പിന്നെ ഇങ്ങനെ വന്നു പിന്നെ ഒരു കാര്യമുണ്ട്, ആരോഗ്യമുണ്ട് ഇപ്പം. അതുകൊണ്ടാ ഇപ്പൊ ആരോഗ്യമുണ്ട്. ഒരു മേലാഴിയെ വരുമ്പോഴേ അതിന്റെ അറിയത്തുള്ളൂ. മനസ്സിലായോ? ഒരു മേലാഴിയെ വന്ന് വേറൊരാള് അവനവന്റെ മക്കള് നോക്കുന്ന പോലെ എത്ര നോക്കത്തില്ല. അതറിയോ? പണം അവരുടെ കയ്യിലെത്തിയില്ലേ. ഇനിയിപ്പോ എന്നാ നോക്കിയല്ല നോക്കിയില്ല എന്നാ അവരുടെ കയ്യിൽ നിന്നും പോയി പട്ടതിരിക്കുക. അവരെ നോക്കുന്ന സ്വത്തിനല്ല നമ്മളവരെ സ്നേഹിക്കുക. സ്നേഹം കൊടുത്ത് അവരെ കീഴടക്കുക. അത് കിട്ടാനാ പാട് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ അവരും തിരിച്ച് നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. സ്നേഹം കൊടുക്കാൻ എല്ലാവർക്കും പാടാ പക്ഷെ നമ്മളെ സ്നേഹം കൊടുത്തു കഴിയുമ്പോൾ അവരുടെ സ്വത്ത് മുഴുവൻ നമുക്കാണ്. അല്ല കണക്ക് പറഞ്ഞ് സ്വത്ത് വാങ്ങിക്കും എല്ലാവരും സ്നേഹം കൊടുക്കത്തില്ല. അന്നേരമാണ് മാതാപിതാക്കൾ പ്രായം ചെയ്ത് ഞങ്ങൾക്ക് കൊച്ചുപിള്ളേരെ അമ്മയ്ക്ക് പോണേ പോക്കൂ. സ്വത്തൊന്നും കൊടുക്കില്ല അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ നമുക്ക്